ഇന്ന് നമുക്ക് ചക്കക്കുരു വെള്ളത്തോരൻ വെക്കാം. അതായത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല, ബാക്കി തേങ്ങയും ഉള്ളിയും മുളകും ചേർത്ത് ചക്കക്കുരു ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് തോരൻ വെക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഫുള്ളായിട്ട് കാണണേ, ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചക്കക്കുരുവിൻ്റെ പുറത്തെ വെള്ളത്തൊലി മാത്രം കളഞ്ഞാണ് എടുക്കുന്നത്. അങ്ങനെ വെള്ളത്തൊലി കളഞ്ഞ കൂട്ടത്തിൽ കുറച്ച് ബ്രൗൺ കളറുള്ള തൊലിയും കൂടെ പോയിട്ടുണ്ട്. അങ്ങനെയല്ലാതെ ഞാൻ ആ തൊലി ഇങ്ങനെ ചിരണ്ടി കളഞ്ഞിട്ടില്ല കേട്ടോ. അത് നല്ലതാണെന്നാണ് പറയുന്നത്. ആ തൊലി കളയാതെ എടുത്താൽ ചക്കക്കുരു കൂട്ടുമ്പോൾ ഗ്യാസ് ഉണ്ടാകുമായിരുന്നെന്ന് പറയുന്നു. ആ വെള്ളത്തൊലി മാത്രം കളഞ്ഞാൽ മതി. അതുപോലെ ചക്കയുടെ പുറത്തെ മുള്ള് മാത്രം കളഞ്ഞ് ബാക്കിയുള്ളതെല്ലാം ഉപയോഗിക്കാമെന്ന് പറയുമല്ലേ എന്ന് പറഞ്ഞ പോലെ ചക്കക്കുരുവിൻ്റെ പുറത്തെ ഈ പ്ലാസ്റ്റിക് പോലിരിക്കുന്ന ആ തൊലി മാത്രം കളഞ്ഞാൽ മതി. ഇങ്ങനെയാണ് ചക്കക്കുരു പൊളിക്കുന്നത്. ചക്കക്കുരു പൊളിക്കുന്നത് അറിയാൻ മേലാത്തവരുണ്ടാകുമോ? ഉണ്ടെങ്കിൽ നോക്കിക്കൂ. അങ്ങനെ പുറത്തെ വെള്ളത്തൊലി മാത്രം പൊളിച്ച് കളയണം കേട്ടോ. ആവശ്യത്തിനുള്ള ചക്കക്കുരു പൊളിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതിന് ആദ്യമായിട്ട് മൂന്നായിട്ട് മുറിക്കണം. അതായത് മൂന്നായിട്ട് പിളർന്നെടുക്കണം. എന്നിട്ടത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. കണ്ടോ, ഇങ്ങനെയാണ് അരിയുന്നത്. കയ്യിൽ ഫിംഗർ ക്യാപ്പ് ഇടുന്നത് നല്ലതായിരിക്കും. ഞാനിപ്പോൾ എടുത്തിടാൻ പോവുകയാണേ. നല്ല മൂർച്ചയുള്ള കത്തിയുണ്ട്. ഇനി ആദ്യം മൂന്നായിട്ട് ഇങ്ങനെ ഒന്ന് പിളർന്നെടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇങ്ങനെയാണ് അരിയേണ്ടത്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് മുഴുവനും അരിഞ്ഞെടുക്കാം കേട്ടോ. ചക്കക്കുരു മുഴുവനും നല്ല ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഇച്ചിരി കൂടുതൽ എടുക്കുന്നത് നല്ലതായിട്ട് ചക്കക്കുരു തോരന്. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, കണ്ടല്ലോ എന്തേരം വലിപ്പമുണ്ടെന്ന്. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി നല്ല ചെറുതാക്കി തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് കാന്താരി മുളകും ചുവന്നുള്ളി. ഇഞ്ചി അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ചേർക്കേണ്ടത് എരിവിനാവശ്യമായിട്ടുള്ള കാന്താരി മുളകും ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളിയൊക്കെ ഇച്ചിരി കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. ഞാനൊരു 5-8 എടുത്തിട്ടുണ്ട്, വലിയ ഉള്ളിയാണ്. അതുപോലെ കാന്താരി മുളക് ഇച്ചിരി എരിവും കൂടുതൽ വേണം. കാന്താരി മുളക് നല്ലപോലെ ചേർക്കണം. കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് അരിഞ്ഞ് ചേർക്കണം. അപ്പോൾ ഞാനിത് രണ്ടും ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. എടുത്ത് വെച്ചിരുന്ന അത്രയും മുളകൊന്നും ഞാൻ എടുത്തില്ല. ഒരു 4-5 അരിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നല്ല എരിവ് മണം വന്നേ. അതുകൊണ്ട് ഞാൻ നിർത്തി. ഇനി നമുക്ക് ചക്കക്കുരു ചട്ടിയിലോട്ടിട്ടു. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ചുവന്നുള്ളി, കാന്താരി മുളക്, തേങ്ങ ഇതെല്ലാം കൂടെ നമുക്ക് ചട്ടിയിലോട്ട് ചക്കക്കുരുവിൻ്റെ കൂടെ ചേർക്കാം. കറിവേപ്പിലയും കൂടെ ചേർക്കാവേ. കറിവേപ്പില ഒരു അത്യാവശ്യമായിട്ട് മസ്റ്റാട്ടോ. ഈ തോരന് കറിവേപ്പില നല്ല ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ്. കറിവേപ്പില മിസ് ചെയ്യരുത്. അതെല്ലാം ചേർത്തു. ഇനി ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് വേഗവാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൈ കൊണ്ട് തിരുമ്മി നമുക്ക് അടുപ്പിൽ വെക്കാം. ചക്കക്കുരു അടുപ്പ് വെച്ചിട്ടുണ്ട്. ചെറുതീയിൽ മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് നേരം അങ്ങനെ ചെറുതീയിലിരിക്കട്ടെ. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ തുറന്ന് നോക്കുന്നു കേട്ടോ. ഏകദേശം വേവായിട്ടുണ്ട്.
ഇനി ഒരു ഇച്ചിരി വെള്ളവും കൂടെ പറ്റാനേ ഉള്ളൂ. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇച്ചിരി നേരവും കൂടെ ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് ഇച്ചിരി നേരവും കൂടെ മൂടി വെക്കാം. ഒരു 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞ് തുറന്നപ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലപോലെ ഇളക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ 1 തണ്ട് പച്ചക്കറിവേപ്പിലയും കൂടി ഇടാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു വെള്ളത്തോരൻ വെള്ളയ്ക്ക് വെച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം എല്ലാവരും. ഇപ്പോൾ ചക്കയുടെ സീസണല്ലേ, ചക്കക്കുരുവൊക്കെ ഇഷ്ടം പോലെയുള്ള സമയമല്ലേ. അപ്പോൾ എല്ലാവരും ചക്കക്കുരു തോരൻ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.